വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിളവെടുപ്പ്, നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ വിളവെടുപ്പ്. തോനെയൊന്നുമില്ല, കുറച്ചല്ല കേട്ടാ. എന്താ വിളവെടുപ്പിന് കൂട്ടുകൂടാൻ ഇവരും ഉണ്ട്. റാണി, ജിമ്മിയും വൈറ്റി. റാണി അവിടെ റെസ്റ്റ് എടുക്കുകയെന്നു. റാണി ഇനി ഇറങ്ങി വാ. റാണി ഇങ്ങോട്ട് ഇറങ്ങി മതി. ഒരു വാലിട്ടാ ഇറങ്ങി വരാൻ. ഇറങ്ങി വരത്തില്ല, അവിടെ കിടക്കുക. ഭയങ്കര മടിച്ച് പെണ്ണാണ്. വഴുതനങ്ങ ഓരോന്നായിട്ട് വിളവെടുക്കുകയാണ്. സോറി, വഴുതനയല്ല കേട്ടോ, കത്രിക്ക. ഞാൻ ഒരു വീഡിയോയിൽ വഴുതനയെന്ന് പറഞ്ഞപ്പോൾ ഒരു അനിയത്തി പറഞ്ഞ്, ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ കത്രിക്ക എന്നാ പറയുന്നത്, നമുക്കിവിടെ കത്രിക്ക എന്നാ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ മാറിപ്പോയി. എപ്പോഴും വഴുതനയെന്ന് പറഞ്ഞു അങ്ങനെ വരുത്തോളൂ വായിൽ. വേണ്ട, ഇതിപ്പോൾ അടുത്ത കത്രിക്ക അത്യാവശ്യം വലുതാട്ടോ. ഒരുപാടൊന്നും കിട്ടുന്നില്ലെങ്കിലും നമുക്കിതിപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതുണ്ട്, ഒരു ദിവസം നമുക്ക് കറി വയ്ക്കാനുള്ളതുണ്ട്. നോക്കട്ടെ. കർഷകൻ എന്താണ്, കുട്ടി കർഷകൻ ഇവിടെ എന്തോ നോയിക്കൊണ്ടിരിക്കുന്നേ. ബാ, വിളവെടുക്കണ്ടേ നമുക്ക്? ബാ, റെസ്റ്റ് എടുക്കുക. നിങ്ങൾ പണിയെടുക്ക്, ഞാൻ ഇവിടെ നോയിക്കൊണ്ടിരിക്കുക. ആയിട്ട് പിന്നെ ഇതാണ് നമുക്ക് കിട്ടിയ കത്രിക്ക. പിന്നെ 2-3 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. എന്നിട്ട് നോക്കി, ഇന്ന് മീൻ ഇറച്ചിയൊന്നുമല്ല, ഇന്നിതാ കത്രിക്ക വിഴുക്കുരുട്ടിയ 3 അല്ല, എല്ലാവർക്കും 7 പേർക്കും കേട്ടോ. എവിടെ പോണു? വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നത് പോകുന്നുണ്ടോ, പ്രതിഷേധം കാണിച്ച് പോകുന്നുണ്ട്. റാണി ഇറങ്ങി വാ. ഒരു വാല് മാത്രം വെളിയിലിട്ട് കാറിൻ്റെ ഇടയിൽ കയറി കിടക്കുന്നു. റാണി വാ, ഇങ്ങോട്ട് വരാൻ. ദേഷിച്ചൊരു വിളി വിളിച്ചാൽ ഇപ്പം ചാടി പറഞ്ഞിട്ട്. റാണി വാടി ഇവിടെ. എവിടെ വാലാട്ടതേ ഉള്ളു. ചില സമയത്ത് അങ്ങനെ വിളിച്ചാൽ വരും, ചിലപ്പോൾ വരത്തില്ല. അല്ല, ഇന്നത്തെ ഞങ്ങളെ വിളവെടുപ്പ് ഇത്രയൊക്കെയാണ് കേട്ടോ. കുറച്ച് കോവയ്ക്ക, കുറച്ച് കത്രിക്ക, കുറച്ച് വെണ്ടയ്ക്ക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പച്ചക്കറി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ അമരക്കയുടെ ചെടിയാണ്. രാവിലെ സൂര്യപ്രകാശം മുഖത്ത് തന്നെ വന്നത്. അതുകൊണ്ട് അമരക്ക തൈ നട്ടതാണ്. അങ്ങ് വളർന്ന് ഭയങ്കര ഉയരത്തിലെത്തി. ഒരു 6-7 അടിയോളം ഉയരം എത്തിയിട്ടുണ്ട്. പക്ഷെ കാ കുറവാണ്. അതാണ്ട് അമരക്കായ പിടിച്ചിരിക്കുന്നുണ്ട്. വേണ്ടേ, പക്ഷെ കാ കുറവ്. ചെടി ഭയങ്കര ഇതോ എന്താണെന്നറിയത്തില്ല. ഇനി വല്ല വളത്തിൻ്റെ കുറവാണോ എന്തോ. വളത്തിന്നേ മഹാറാണി ഇറങ്ങിയിട്ടുണ്ട്. റാണി എന്തുവാ ഇത്ര നേരം വിളിച്ചോ വന്നില്ല, ഇപ്പം ഇറങ്ങി വരുന്നു. അവനെ ഇട്ട് ഓട്ടിക്കുക. ഈ പെണ്ണിന്റെ കാര്യം ഇതിപ്പോ ചെടിച്ചട്ടികളെ പിന്നെ നമ്മൾ ആദ്യം നട്ട പച്ചക്കറി തൈകളിൽ കുറേയൊക്കെ അങ്ങ് ചീത്തയായി പോയായിരുന്നു. കണ്ടോ, അതൊക്കെ കാലിയായി, അതൊക്കെ ചീത്തയായി പോയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അതിൽ നമ്മൾ പയറിൻ്റെ വിത്ത് നടാമെന്ന് വിചാരിച്ചു. കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടി. അപ്പോൾ അത് നടാമെന്ന് കരുതി. ചട്ടി ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചി ഇട്ടിരിക്കുകയാണ് ചട്ടിയിൽ. ശകലം ചട്ടി പൊട്ടി. ഇതൊക്കെ ഈ പിള്ളേർ തള്ളിയിട്ട് പൊട്ടിക്കുന്നതാണ്. കുട്ടിപ്പട്ടാളങ്ങൾ താഴെ കൊണ്ടുവരുമ്പോൾ ചട്ടി തള്ളിയിട്ട് പൊട്ടിക്കുന്നതാണ് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ട് രാവിലെ തിന്നിട്ട് കിടന്ന് ബഹളം വയ്ക്കണ്ട. ഇവിടെ ഈ അക്രമം കാണിക്കുമ്പോൾ ഒരു പാവക്കുട്ടിയില്ല, ബൊമ്മ കൊണ്ട് വെച്ചേക്കുന്നതാണ് ഇരിക്കുന്നുണ്ട. അവർ നോക്കിയിരിക്കുകയാണ്. ഒരാൾ വിചാരിക്കും ഇതിനൊന്നും വേറെ ജോലിയില്ല, തിന്നിട്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നതിന് പകരം നേരെ വെളുത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇവിടെ വല കെട്ടിയിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒഴിഞ്ഞ ചട്ടികൾ ഇനി ഇവിടെ എടുത്തുകൊണ്ട് വന്ന് നിരത്തി വെച്ചിട്ട് ഈ വലയിൽ പയറിൻ്റെ കൃഷി ചെയ്യാനാണ് പ്ലാൻ. പച്ചക്കറികൾക്കിടയിൽ റോസാ ചെടിയുണ്ട് കേട്ടാ. ഇങ്ങനെ നോയിക്കൊണ്ടൊക്കെ നിൽക്കാതെ വല്ലതൊക്കെ ചെയ്തൂടെ രാവിലെ പണികളൊക്കെ. കുരുത്തക്കേട് എന്താ ഒപ്പിക്കാന്ന് പറഞ്ഞ് നടക്കുക. ഇത് പിന്നെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഏത് സമയം മാളത്തിലാ. ഇതുണ്ടോ മാളത്തിൽ കയറി കിടക്കുന്നത്. ഞെട്ടിറങ്ങിയോ ഞേ കാണുമ്മ. എണീറ്റ് എന്തിനാ ഇപ്പം എണീറ്റെന്ന് പറയാം. വെളിയിലൊരു പട്ടിക്കുട്ടിയുടെ എന്താ പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങത്തില്ല, അനങ്ങത്തില്ല. എടാ പോന്നു. പട്ടി വെളിയിൽ ഏതോ പട്ടികൾ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അതിനാണിത്.
ഇതിനകത്ത് തന്നെ ഈ സൗണ്ട് വരുന്നേ. ഇതിനകത്ത് തന്നെ പീക്കിരി സൗണ്ട് വരുന്നത്. ഇവിടെ വാടേ. ജിമ്മീനെ പോയത് വഴക്ക് പറയാൻ വയറ്റി. ഇനി അതിലേ കറങ്ങി വരും അവന്. ജിമ്മി അതിലേ പോയിട്ടുണ്ട്. വീടിന്റെ ബാഗിൽ കൂടെ കറങ്ങിയതാ. അണ്ണ മീൻ മേടിക്കാൻ പോകുമ്പോ ഇങ്ങനെ 3 വട്ടം വീടിന് വല വെക്കും. ഇതാ വരുന്നത്. ഇനി അവിടെ ഗേറ്റിൻ്റെ അടുത്ത് പോയിരിക്കും. കൃഷിത്തോട്ടത്തിൽ നിന്നും പച്ചക്കറി ഇതാ അടുക്കളയിൽ എത്തി പാത്രങ്ങളിലേക്ക് അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായി കഴിഞ്ഞ്. കത്രിക നല്ല ഫ്രഷാണ് കേട്ടോ. അതാ നല്ല അടിപൊളി കത്രികയാണ്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വന്നിട്ടുണ്ട്. താഴെ കൊണ്ടുവന്നു. കുറച്ചു നേരം ഇവിടെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും. കുട്ടീസ് ജാക്കപ്പാ ഇനി വന്നേ. ജാക്കപ്പോ പോകുന്ന പോക്കുണ്ട്. ജിമ്മിയെ കണ്ടപ്പോലെ കുണു. എന്തുവാടാ ജിമ്മി ഇത് വട്ട് പിടിച്ച കുറെ കുട്ടിപ്പട്ടാളങ്ങള്? കൊടു വെള്ള വഴക്കോട്, നല്ല വഴക്കോട്. താക്കപ്പോ ഇതാരും വയ്ക്കുന്നത് ചക്കിപ്പെണ്ണ്. ചക്കിപ്പെണ്ണേ ചക്കിപ്പെണ്ണ്. ജാക്കിയോട് തുമ്പിയായിട്ട് എന്തോ കടിപിടിയാണ്. ലക്ഷ്മിക്കവാറും അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പച്ചക്കറി വിളവെടുപ്പിന് വന്നിട്ട് അടിയുണ്ടാകുന്നേട്ടാ. ഓഹോ, പച്ചക്കറി വിളവെടുപ്പിന് വന്ന ആൾക്കാരാ അടിയുണ്ടാകും. വന്നിട്ട് ജാക്കിനെ തെങ്ങുമൂട്ടിൽ ഇറങ്ങി ആക്രമിച്ചു. ഇട്ടുകൊടുക്കരുത് മോനെ, നല്ലത് കൊടുക്കണം. പാവ ആ ജാക്കി ചെറുക്കനെ പെമ്പിള്ളേരല്ലേ. മതി ജാക്കിനെ അവിടെ മൂലയിൽ ഒതുക്കി എല്ലാ പെമ്പിള്ളേരും കൂടെ നോക്കിയാണ്. പാവം, അതൊരു പാവം. എല്ലാണോ അതിനെയാണ് ഉപദ്രവിക്കുന്നത്. ജാക്കപ്പാ അണ്ണാ ജാക്കിയൊക്കെ വിളിച്ചിട്ട് അവ ഓടി വരുന്നത്. ജാക്കി ഏതോ വിളിക്കുന്നു. അവിടെ അടിയായി. തുമ്പിയും ചാനും. തുമ്പി ഭയങ്കര വില്ലത്തിയ. എന്തോടാ അടി? ആവശ്യമില്ലാത്ത പണികളൊന്നും നിക്കണ്ട. ഇത്ര ദേഷ്യം എന്ത്? സുന്ദരി കൊതയ്ക്ക് സ്നേഹിച്ചു. എനിക്ക് വയ്യ. ചെടിയിൽ നിന്ന് പാത്രത്തിലേക്ക്, പാത്രത്തിൽ നിന്ന് ചീനിച്ചട്ടിയിലേക്ക്. അധ്വാനത്തിന്റെ ഫലം കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.